അനുഗ്രഹമേറിയ നല്ല ഈ സന്ധ്യായ സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. കർത്താവ് അടിയങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കുമാറാകണമേ. കഴിഞ്ഞ 9 ആഴ്ചകളിലായി കർത്താവിന്റെ വചനം പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അടിയങ്ങളായിരിക്കാൻ തക്കവണ്ണം സ്വർഗം അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്റെ കൃപയുടെ മറവിൽ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷ്മ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കർത്താവ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ തരുമുള്ള നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അല്പസമയം കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. അതിനായി പ്രിയ സഹോദരങ്ങൾ ഫിന്നി, സാംസൺ കുഞ്ഞുങ്ങളൊക്കെ റെഡിയാണ്. പ്രാർത്ഥനയോടെ ായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കും. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ ജീവിതത്തിൽ മതിയായവനാണ്. ഇതുവരെയും നമ്മളെ വഴി നടത്തുന്ന വിശ്വസ്തനായ നമ്മുടെ കർത്താവ്, കൂടെ ഇരുന്ന് നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നാം കാണുന്നത് പോലെ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട്, ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഗൈഡൻസിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചു വീഴുന്ന മനോഹരമായ ഗാനം ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തന്റെ മാറോടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വരുന്ന നാളിൽ തന്റെ കരം പിടിച്ചു തന്റെ മാറോടാണ് ചീടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്ന പാപങ്ങളെ, എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തന്നെ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വരുവേ വീണ്ടും വന്നിടുവേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമാൻ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ.
സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ കാന്തവേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ വാനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ വാനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ അന്തവേഗം വന്നിടണേ ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ അന്തവേഗം വന്നിടണേ യുദ്ധഭീതികൾ എങ്ങും കേൾക്കുന്നേ ക്ഷാമം വ്യാധി പടർന്നിടുന്നേ യുദ്ധഭീതികൾ എങ്ങും കേൾക്കുന്നേ ക്ഷാമം വ്യാധി പടർന്നിടുന്നേ ആശയില്ലാതെ പരിഭ്രാന്തരായി ലോകജാതികൾ കേഴുന്നേ ആശയില്ലാതെ പരിഭ്രാന്തരായി ലോകജാതികൾ കേഴുന്നേ വനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ വനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ അത്തി പോലുള്ള വൃക്ഷങ്ങൾ പുതു അന്ത്യനാളുകൾ അടുത്തു അത്തി പോലുള്ള വൃക്ഷങ്ങൾ പുതു അന്ത്യനാളുകൾ അടുത്തു ആത്മനാഥനെ എതിരേൽക്കുവാൻ ആശയോടെ ഒരുങ്ങിടാം നാം
ആശയോടെ ഒരുങ്ങിടാം നാം. വനവേഗത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ. വനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ. ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ. ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ. സത്യസഭയെ ഉണർന്നിടുക വനമേഘെ പറന്നിടുവാൻ. സത്യസഭയെ ഉണർന്നിടുക വനമേഘെ പറന്നിടുവാൻ. ആണിപ്പാടേറ്റനതന്റെ കരം കണ്ണിൻ നീരെല്ലാം തുടയ്ക്കും. ആണിപ്പാടേറ്റനതന്റെ കരം കണ്ണുനീരെല്ലാം തുടയ്ക്കും. വനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ. വനമേഘത്തിൽ വേഗം വന്നിടും പ്രാണനാഥനെ കാണുവാൻ. ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ. 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 ഓ ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ. ഹല്ലേലൂയാ. ഉള്ളം വെമ്പുന്നേ ആശയേറുന്നേ വേഗം വന്നിടണേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആശയും പ്രത്യാശയും അതുമാത്രമാണ്. വാനമേഘത്തിൽ നമ്മുടെ പ്രാണപ്രിയൻ വരുമ്പോൾ ഹല്ലേലൂയ അവനെ എതിരേൽക്കുവാൻ ആശയാണ്. ഹല്ലേലൂയ. ലോക സംഭവങ്ങൾ നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും നാം പുതിയ പ്രഭാതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം. കർത്താവിൻ്റെ വരവ്, നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അത് ഏറ്റവും വാതിക്കലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ചുറ്റും മൺമറഞ്ഞു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ആഹാരമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചിലർ മണ്ണിനടിയിലാണ്. ചില പ്രിയപ്പെട്ടവർ എവിടെയോ ഒലിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. എത്ര ആയിരങ്ങൾ പ്രതീക്ഷയോടെ നാളത്തെ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ പ്രത്യാശ ആ കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കാണുന്ന അനേകർ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ ആ ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ നമ്മളെ ഓരോ നിമിഷവും നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. ഒരിക്കൽ കൂടി ചേർന്ന വരികളൊന്ന് പാടാമോ? ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടു
വിട്ടുപോ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടി പ്രിയനെ പാടി സ്തുതിക്കാം. കൊടുങ്കാറ്റുണ്ടി വാനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വാനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടു ഞാൻ വരുന്നേ, എന്റെ സങ്കടം അങ്ങു തീർക്കണേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ കർത്താവേ, നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തെങ്കിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ തരുന്ന അവസരങ്ങൾ കർത്താവിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കൽ നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിമിഷങ്ങളിൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വനത്തിന് സംസാരിപ്പാൻ അങ്ങയുടെ ഭൃത്യന്മാരെ അങ്ങ് ബലപ്പെടുത്തണം, അധികാരത്തോടെ ഇന്ന് രാത്രികാലം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. കർത്താവേ, കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. കർത്താവേ, രാത്രികാലം അങ്ങയുടെ ജീവന്റെ വചനം കേട്ട് ചൈതന്യം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് എത്ര സ്തുതിച്ചാലും മതിയാകില്ല. കാരണം അത്രയധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അത് വളരെ വലിയതാണ്. ഇന്ന് രാത്രിയിൽ ആ സ്നേഹനിധിയായ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് തുടർന്ന് ഉള്ള 1 മണിക്കൂർ കർത്താവിന്റെ ദാസൻ നമ്മളോട് വചനത്തിൽ കൂടെ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ സദീസിലെ സഭയ്ക്കുള്ള ദൂതനുള്ള ആ സഭയുടെ ദൂതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. എന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പകൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് പാത്രമായിരിക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് അവറുകൾ ക്ലാസ്സുകൾ നയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് പാത്രമായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. നമ്മുടെ കർത്താവും ലോക രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ വന്ദനം അറിയിക്കുകയാണ്. വിശേഷാല് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഷാർജ ദൈവസഭ ഈ നിലയിൽ ഒരു ശുശ്രൂഷ ക്രമീകരിപ്പാനായിട്ട് ഇടയാകുകയും എളിയവന് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അത് ചെയ്യുവാനും കർത്താവ് കൃപ തന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഓർപ്പിച്ച പോലെ കഴിഞ്ഞ ആഴ്ചയിൽ ശബ്ദത്തിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട്, പനിയും ശബ്ദത്തിന്റെ പ്രയാസം ഉണ്ടായതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് പനിക്ക് ആശ്വാസം തന്നിട്ടുണ്ട്. ഇപ്പോഴും ചുമ ചെറുതായിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്നറിയാം. അതുകൊണ്ടാണ് ഇത്രയും വേഗം സൗഖ്യം ലഭിച്ചത്. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ സർദി സഭയ്ക്കുള്ള ദൂതാണ് പഠിച്ച് തുടങ്ങിയത്. അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ സാധാരണ ഏതൊരു സഭയെക്കുറിച്ചും പഠിക്കുമ്പോൾ 5ആയി വിഭജിച്ച്, പഠന സൗകര്യത്തിനായിട്ട് നമ്മൾ 5ആയി വിഭജിച്ചാണല്ലോ പഠിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 2,
അവരുടെ നന്മ പറയുന്നു, മൂന്നാമത് അവരുടെ തിന്മ പറയുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനി 2 വിഷയങ്ങളുടെ ആ സഭയോടുള്ള ബന്ധത്തിൽ ഓർക്കാനായിട്ടുണ്ട്. ഒന്ന്, അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശം. 2, അവർക്കുള്ള പാരിതോഷികം. നമുക്ക് ബുദ്ധി ഉപദേശം വായിക്കാം. 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ച് നമുക്കിപ്പോൾ കേൾക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറെ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർദീസ് സഭയുടെ പൊതുവായ ഒരു സ്ഥിതി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 16-17 നൂറ്റാണ്ടിലെ സഭകളുടെ ഒരു പൊതു സ്വഭാവമുള്ള സഭയായിരുന്നു സർദീസ്. അവിടെ ഉള്ളവരിൽ അധികം പേരും ചത്തവരായിരുന്നു എന്നാണ് നമ്മൾ, മരിച്ചവരായിരുന്നു എന്ന് കാണുന്നത്. പിന്നെ കുറച്ചുപേര് ചാവാറായിരിക്കുന്നു. വളരെ കുറച്ചുപേര് ആത്മീയമായിട്ട് നന്നായിട്ട് ഉടുപ്പ് മലിനപ്പെടാതെ വളരെ കുറച്ചുപേര്. നമ്മളൊരു മനസ്സിലാകാൻ ഒരു എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞു, ഒരു 80% പേര് മരിച്ചവരാ. ജീവനെന്ന് പേരുണ്ട്, ജീവൻ ഉള്ളവരെന്നുള്ള പേരുണ്ട്, പൾസ് ഉണ്ട്, ശ്വാസോച്ഛ്വാസമുണ്ട്. പക്ഷെ യാതൊരു നിലയിലും പ്രവർത്തനമില്ലാതെ മരിച്ചവരെ പോലെ കിടക്കുകയാണ്. പിന്നൊരു 15% പേര്, അവര് ചിലപ്പോൾ നല്ല താല്പര്യമാ, ചിലപ്പോൾ താല്പര്യമൊന്നുമില്ല, ചിലപ്പോൾ ഒട്ടും താല്പര്യമില്ല. ആ നിലയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. അത് ചാവാറായ ഒരു ഗ്രൂപ്പാണ്. വളരെ താമസിയാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതും മരിച്ച അവസ്ഥയിൽ തന്നെയാകും. എന്നാലും വളരെ ചെറിയൊരു ഗ്രൂപ്പ്. ഇന്നും പല സ്ഥലം സഭകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ചെറിയൊരു ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ടുണ്ട്, പക്ഷെ അധികം പേരും അത്ര ആക്റ്റീവായിട്ട് കാണപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ മരിച്ച അവസ്ഥയിലുള്ള ആ സഭ, മരിച്ച അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. അതിന് നല്ലൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടത് മുടിയൻ പുത്രന്റെ കാര്യമാണ്. അവൻ മടങ്ങി വരുമ്പോൾ പിതാവ് പറയുന്നുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചു എന്ന്. മരിച്ചവനായിരുന്നു എന്ന് പറയുന്നത് അവന് ശാരീരിക മരണമല്ല, അപ്പനെ വിട്ട് അകലെയായിരുന്നു, അപ്പനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പന്റെ ഏതെങ്കിലും തരത്തിൽ വേല ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ അവന്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിച്ചത്. അവന്റെ ജഡത്തിന്റെ ഉല്ലാസത്തിനായിരുന്നു പ്രാധാന്യം. ഇങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നും പറയാൻ കഴിയുന്നവരൊക്കെ മരിച്ചവരാണ്. അവര് രക്ഷിക്കപ്പെട്ടവരാണ്. അതാണല്ലോ ജീവനുണ്ട്, ജീവനുള്ളവരെന്ന് പേരുണ്ട്. രക്ഷിക്കപ്പെട്ടെങ്കിലും ഒരുപാട് പേര് ഇങ്ങനെയാണ്. ശരിയായ ബന്ധം യേശു കർത്താവുമായിട്ടില്ല. ദൈവവചന പഠനം അത് തന്നിൽ നിന്ന് കേൾക്കുകയാണ്, പ്രാർത്ഥന അത് തന്നോട് പറയുകയാണ്. അതുപോലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വേല ചെയ്യുന്നില്ല. പിന്നെ സൗകര്യം പോലെ സ്വന്തം ഇഷ്ടം എന്തോ അതുപോലെ പ്രവർത്തിക്കുക, ജീവിക്കുക. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടവരാണ്. അതേപോലെ തന്നെ ജഡത്തിന്റെ സന്തോഷത്തിനും ഉല്ലാസത്തിനും അധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഇതാണ് മരിച്ച അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നു, ഉണർന്നുകൊള്ളുക, ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ്. ഉണർന്നുകൊള്ളുക അഥവാ മടങ്ങി വരിക എന്നാണ് അർത്ഥം. മുടിയൻ പുത്രൻ മടങ്ങി വന്ന പോലെ മടങ്ങി വരണം. ഇവിടെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട് 4-ാം വാക്യത്തിൽ. ആ 3-ാം വാക്യത്തിൽ, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്നൊരു പ്രയോഗം ഇവിടെ കാണുന്നു. കള്ളനെ പോലെ വരും എന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കർത്താവിന്റെ മധ്യാകാശ വരവെന്ന് തോന്നിപ്പോവും. അതല്ല അവിടെ പറയുന്നത്. കള്ളനെ പോലെ എന്നുള്ള പ്രയോഗം ഇത്രയേ ഉള്ളൂ, നനയാത്ത നാഴികയിൽ, ഉദ്ദേശിക്കാത്ത സമയത്ത്. എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. വരിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്ദർശിക്കും അഥവാ ഇടപെടും, ശിക്ഷിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അതാണ് അതിന്റെ ആശയം. അപ്പോ ഉണരുന്നില്ലെങ്കിൽ, മടങ്ങി വരുന്നില്ലെങ്കിൽ, യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവം ഇടപെടുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും എന്നാണ് അർത്ഥം. മുടിയൻ പുത്രനും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മടങ്ങി വന്നത്. ദൈവം ഇടപെട്ടു.
അവന് പോയ വഴിക്ക് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ആരംഭത്തിലൊക്കെ വലിയ ആർഭാട ജീവിതമായിരുന്നു, ജഡീകോല്ലാസത്തിൽ ജീവിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ പണമെല്ലാം തീർന്നു, ഭക്ഷണത്തിന് നിവർത്തിയില്ലാതായി, പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറയ്ക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ജോലി സ്വീകരിച്ചു, പക്ഷെ അതുപോലും കിട്ടാതായി. അതെല്ലാം ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവമക്കളെ, എത്ര സുഭിക്ഷമായി എത്ര മനോഹരമായി പൊയ്ക്കൊണ്ടിരുന്നാലും ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ മരിച്ച അവസ്ഥയിലേക്ക് പോയാൽ, ആത്മീയ കാര്യങ്ങൾ സജീവമായി നിൽക്കുന്നില്ലെങ്കിൽ, അത് ഇങ്ങനെ തന്നെ പറയാം, ശരിയായ ദൈവത്തിന്റെ വചന പഠനം എന്ന് പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ബൈബിൾ ക്ലാസ് കേട്ട് പഠിക്കുന്ന കാര്യമല്ല, അത് വേണം, അത് കുഴപ്പമില്ല. അതല്ല, തന്നെ ഇരുന്ന് പഠിക്കണം. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ ഇപ്പോൾ ഷാർജയിലൊക്കെ ഉള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരുപാട് ബന്ധപ്പാട് കഴിച്ചാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ സമയം എങ്ങനെങ്കിലും കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടെത്തി കുറച്ചൊന്നും പറയാൻ നിവർത്തിയില്ല. ഓരോ മണിക്കൂറെങ്കിലും, 1 മണിക്കൂറെങ്കിലും വചനം പഠിക്കുകയും 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് ഒരു വലിയ ആവശ്യമാണ്. ആത്മീയ കൂടിയവരുകളെല്ലാം ജോലിയോടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത, അത് ആ സമയം ഒഴികെ ആത്മീയ കൂടിയവരുകളെല്ലാം സംബന്ധിക്കണം. സഭയിൽ വന്നു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കണം. അതൊക്കെ നമ്മൾ ഓർത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു യഥാസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ ദൈവം സന്ദർശിക്കും. നോക്കുക, എത്ര സുഭിക്ഷമായി ജീവിച്ചവൻ ഇപ്പോൾ ഭക്ഷണത്തിന് ഞെരുങ്ങുന്ന സാഹചര്യമാണ്. നമ്മളിപ്പോ ഓർത്തല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ വയനാട്ടിൽ നടന്ന ദുരന്തത്തെ കുറിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. എത്ര സുഭിക്ഷമായിട്ടൊക്കെ ജീവിച്ചവരും ആ കൂട്ടത്തിലുണ്ട്, ഞെരുക്കത്തിൽ ജീവിച്ചവരും ഉണ്ട്. എല്ലാം ഒരു നിമിഷം കൊണ്ട് വീട്, വസ്തുവകൾ, മൃഗസമ്പത്ത്, അതുപോലെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇത് വയനാട്ടിൽ മാത്രമല്ല, എവിടെയും സംഭവിക്കാം. വ്യത്യസ്തമായ നിലയിൽ എല്ലാ സ്ഥലത്തും സംഭവിക്കാം. ഇന്ന് ലോകത്തിന്റെ പൊതുസ്ഥിതി നോക്കിയ എല്ലാ സ്ഥലത്തും അസാധാരണ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അസാധാരണമായ സംഭവങ്ങൾ, സാധാരണ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത. അപ്പൊ അതൊക്കെ നമ്മുടെ ദേശത്തും വരാം. നമ്മളിപ്പോ എവിടെയായിരിക്കുന്നത്? നമ്മളിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ഒരു ഫ്ലഡ് അങ്ങനെ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒരു മഴ പെയ്യും, ചിലപ്പോൾ അത് 1, 2, 3 ദിവസം നിൽക്കും, ഒരു നീരൊഴുക്കൊക്കെ ഉണ്ടാകുന്ന അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ പോലും വലിയ ഫ്ലഡ്, ഗൾഫിൽ മാത്രമല്ല, US, കാനഡയില്, മറ്റ് അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ വലിയ ഫ്ലഡ് ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാനഡയില് വലിയ ഭാരമുള്ള ഹെയിലുകൾ വീണ് ഒരുപാട് വീട് ഡാമേജ് ആകുന്നു, കാറുകൾ ഡാമേജ് ആകുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ വരവ് അടുത്തു എന്നുള്ളതാണ് അതൊക്കെ കാണിക്കുന്നത്. ഇവിടെ നമുക്കെല്ലാം സുഭിക്ഷമായിരുന്നു, ഇവിടെ തന്നെ ഇരിക്കാൻ നമുക്ക് തോന്നും. സ്വർഗത്തിലേക്കൊന്ന് പോകണം, ഇവിടെ വിട്ട് പോകണം എന്നൊരു ആശ നമുക്ക് വരണമെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ട് വന്നേ പറ്റത്തുള്ളൂ. ദൈവമക്കളുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ദുരന്തങ്ങളിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. ഏതായാലും കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മൾ ഇനിയുള്ള കാലം ആക്റ്റീവായിട്ട് ആത്മീയ കാര്യങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ആക്റ്റീവ് ആകണം. അല്ലാതെ നമ്മൾ കാണിക്കാൻ വേണ്ടിയല്ല, വിപ്ലവമായി നമുക്കതൊക്കെ ചെയ്യാം, ആക്റ്റീവ് ആകാൻ പറ്റും. അങ്ങനൊന്നുമല്ല, ഹൃദയപൂർവ്വം ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായി സജീവമായി സഭായോഗത്തിന് വന്നും സഭായോഗത്തിൽ സജീവമായി സംബന്ധിച്ചും ദൈവത്തോടുള്ള അനുഗ്രഹിക്കപ്പെട്ട ബന്ധം, നിരന്തര ബന്ധം പുലർത്തിയും മുന്നോട്ട് പോകണം എന്നാണ് ആ ഉണർന്നുകൊള്ളുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവം നമ്മെ സന്ദർശിക്കും, ശരിയായ അടി നമ്മൾ വാങ്ങിക്കും, ശരിയായ ശിക്ഷ വാങ്ങിക്കും. നമ്മൾ ഇപ്പൊ എന്തൊക്കെ ഉണ്ടോ, ഒരുപക്ഷെ വലിയ ജോലി ആയിരിക്കും, ഒരു നിമിഷം മതി അത് നഷ്ടപ്പെടാൻ. കുറച്ചേറെ സമ്പത്ത്, നമ്മളെ ബാങ്ക് ബാലൻസ് കാണും, അത് നഷ്ടപ്പെടാനായിട്ട് ഒരു നിമിഷം മതി. അതിന് പല നിലകളിൽ നഷ്ടപ്പെടാം. അപ്പൊ ഇതൊന്നും സംഭവിക്കുന്നതിന് മുമ്പേ, ആ നിലയിൽ ദൈവം ഇടപെടുന്നതിന് മുൻപേ നമ്മൾ തിരുത്തണം, മുന്നോട്ട് വരണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഒന്നാമത്, ഉണർന്നുകൊള്ളുക. അപ്പൊ ഈ മുടിയൻ പുത്രൻ തിരിച്ചു വന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? അവൻ തിരിച്ചു വന്നു, അപ്പനോട് സംസാരിച്ചു, അപ്പൻ അവനോട് സംസാരിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല, ഒരു ദാസനെ പോലെ, കൂലിക്കാരനെ പോലെ എന്നെ സ്വീകരിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങ് എന്ത് പറഞ്ഞാലും അവൻ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, ഞാൻ അങ്ങയുടെ വേല ചെയ്യാം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ശരിയായ ഒരു മടങ്ങി വരവാണ്. പിന്നീട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഞാന് അപ്പനോട് കൂടെയാണ്. അവന്റെ സംഭാഷണത്തിന്റെ വരികൾക്കിടയിൽ നിന്ന് കണ്ടാൽ ഇനിയും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിലും ജഡീകോല്ലാസത്തിലും കൂട്ടുകാരുമായി ഒക്കെ സന്തോഷിച്ച് ജീവിച്ചെങ്കിൽ അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി അപ്പനോട് കൂടെ അപ്പന്റെ സന്തോഷത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആശയങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇതാണ്
യഥാർത്ഥമായിട്ടുള്ള ഉണരുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ആ നിലയിൽ നമ്മളൊക്കെ വളരെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം വളരെ സജീവമായിട്ട് ആത്മീയമായി മുന്നിൽ നിൽക്കുന്നവരാണ്. എവിടെയെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശത്തിലെ ഒന്നാമത്തെ കാര്യം, ഉണർന്നുകൊള്ളുക. രണ്ടാമത്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നമ്മൾ കണ്ടു കുറെ പേര് തീരെ നിർജീവമായിട്ടില്ല. സഭകളെ നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ചിലർ ചില സമയത്ത് ഭയങ്കര ആക്റ്റീവാണ്, ചില സമയത്ത് തീരെ ആക്റ്റീവ് അല്ല. ചിലപ്പോൾ എല്ലാ യോഗങ്ങൾക്കും വരും, ചിലപ്പോൾ ഒരു യോഗത്തിനും വരത്തില്ല, വരാമായിട്ടും വരത്തില്ല. ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അവർ ആ പോക്ക് ശരിയല്ല. അത് കുറെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഡെഡ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഉണർന്നു കൊള്ളുക എന്ന് അവരോട് തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ശക്തീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കാണ് അതിനുള്ള ആ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പാസ്റ്റേഴ്സ്, അതുപോലെ ഡീക്കൻസ്, അതുപോലെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു നിയോഗമായിട്ട് വേണം അത് മനസ്സിലാക്കാൻ. ശക്തീകരിക്കുക. കാരണം ഇവര് സ്വയം തിരുത്താൻ പോകുന്നില്ല. അവരെ കുറിച്ച് അങ്ങനെയാ ദൈവാത്മാവ് മനസ്സിലാക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർ ആക്റ്റീവാണ്. അപ്പൊ അതിനകത്ത് അവർ സംതൃപ്തരാണ്. ചിലപ്പോൾ ആക്റ്റീവാണ്, ചിലപ്പോൾ എല്ലാ മീറ്റിങ്ങിനും വരും, അതിൽ അവർ ഹാപ്പിയാണ്. അവർ തിരുത്താനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അവർക്ക് ബുദ്ധിയുപദേശം കൊടുക്കുവാൻ ദൈവസഭയില് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ, പാസ്റ്റേഴ്സ് ഉൾപ്പെടെ, അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത്? നമുക്ക് 2 വാക്യം വായിക്കാം. എങ്ങനെ ശക്തിപ്പെടാമെന്നുള്ളതിന് 2 വാക്യം. ഒന്ന്, 2 തീമോഥെയോസ് 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 2:1. എന്റെ മകനെ, ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടത് മതി. നമുക്ക് ആദ്യ ഭാഗം മാത്രം. കൃപയാൽ ശക്തിപ്പെടുക, അങ്ങനെ അവിടെ കൃപയാൽ ശക്തിപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃപ പ്രാപിച്ചാൽ ശക്തിപ്പെടും. എങ്ങനെയാ കൃപ ലഭിക്കുന്നത്? കൃപാസനത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 4:16 നമുക്ക് കാണാതറിയാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ ചെല്ലുക. അപ്പൊ കൃപയ്ക്ക് കൃപാസനത്തിൽ ചെല്ലണം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ചെല്ലണമെന്ന് മാത്രമല്ല, അവിടെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ വിനയത്തോട്, വളരെ വിശ്വാസത്തോടെ അങ്ങനെ നമ്മൾ കൃപാസനത്തിൽ ചെല്ലണം. അപ്പൊ കൃപാസനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വലിയൊരു അനുഗ്രഹമുണ്ട്. പഴയ നിയമത്തിലെ കൃപാസനം ദൈവാലയത്തിലെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപാസനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവച്ച് മുട്ടുകുത്തുമ്പോൾ അത് കൃപാസനം. അത് നമ്മുടെ വീടിനുള്ളിലാകാം, വീടിന് പുറത്താകാം, വഴിയിലാകാം, അത് കിച്ചണാകാം, ഡൈനിങ് റൂം ആകാം, ബാത്റൂം ആകാം, എവിടെയായാലും നമ്മൾ മുട്ടുകുത്തി എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ കൃപാസനമായി മാറുക. അപ്പൊ അതൊരു പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം, അതിനെങ്കിലും പോകേണ്ടതല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവർക്ക് വേണ്ടി മുട്ടിപ്പായി നിരന്തരമായി പ്രാർത്ഥിക്കുക. അത് ഒരു സ്റ്റെപ്പാണ്. അവർക്ക് വേണ്ടി ഇങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ ദൈവദാസന്മാരൊക്കെ അത് ചെയ്യും. ഓരോരുത്തരെയും നമ്മൾ ഓർത്ത് ജാഗരിക്കുന്നവരാണല്ലോ ദൈവത്തിന്റെ ദാസന്മാര്. സഭയിലെ ഓരോ വിശ്വാസികളെയും മനസ്സിലാക്കി, ഞാൻ ഇതിനു മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തനമായിരിക്കും ചിലപ്പോൾ. എപ്പോഴും ഓരോരുത്തരുടെയും ആത്മീക, മാനസിക, ശാരീരിക, സാമ്പത്തികമായ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ, സഭയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ, ദൈവം ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളവർ അറിയാവുന്നിടത്തോളം അറിഞ്ഞിരിക്കണം. ആ പദങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. എല്ലാം നമുക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റത്തില്ല, കാരണം അവര് റിവീൽ ചെയ്തെങ്കിലേ പല കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാമോ അവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാതെല്ലാം
മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം. സ്പിരിച്വൽ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, ഏതൊക്കെ നിലയിൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ ആ നിലയിലൊക്കെ സഹായിക്കുകയും അവരെ മടക്കിക്കൊണ്ടുവരികയും ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. അവര് തീരെ അത് അനുസരിക്കുന്നില്ലെങ്കിൽ അത് പിന്നെ ദൈവം നോക്കിക്കോളും എന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക, ജാഗരിക്കുക. ഒന്ന്. രണ്ടാമത്, അവരോട് കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാക്കണം. ഇങ്ങനെയുള്ളവരെ ശരിയാക്കാൻ അതേ ഉള്ള മാർഗം. നമ്മള് നമ്മുടെ വ്യക്തിപരമായി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രം പോരാ, അവരെ ആ കാര്യത്തിലേക്ക് ഉത്സാഹിപ്പിക്കുകയും നേരിട്ട് കാണുകയും അവരോട് കൂടിരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങൾ മീറ്റിങ്ങിനൊക്കെ വരുന്ന കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുകയും ശുശ്രൂഷകൾ കൊടുക്കുകയും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഒന്ന് ശക്തീകരിക്കണം. അപ്പൊ അത് ആ നിലയിലാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് 1 പത്രോസ് 2:2 വായിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മതി. അവിടെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തോടെ ആത്മീയമായി വളരുവാൻ എന്നുള്ള അർത്ഥമാണ്. ആ രക്ഷ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോയി ഒത്തിരി സമയം എടുക്കുന്നത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ആ രക്ഷ എന്ന് പറയുന്നത് വർത്തമാനകാല രക്ഷയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭൂതകാല രക്ഷയുണ്ട്, വർത്തമാനകാല രക്ഷയുണ്ട്, ഭാവികാല രക്ഷയും ഉണ്ട്. നമ്മളൊക്കെ ഭൂതകാല രക്ഷയാണ് നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ പേരാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അനുദിന ജീവിതത്തിൽ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനെയാണ് വർത്തമാനകാല രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷയ്ക്കായി വളരുവാൻ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമുക്ക് ആത്മീയ വളർച്ച ആവശ്യമാണ്. ആ ആത്മീയ വളർച്ച എങ്ങനെ ഉണ്ടാകുന്നത്? അത് വചനത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ഹെൽത്തി ഗ്രോത്ത് എന്നുള്ള അർത്ഥമാണ്, ആരോഗ്യത്തോടെയുള്ള വളർച്ച. അതിന് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ദൈവവചന ശുശ്രൂഷയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി അവർക്ക് കൂടെ പ്രയോജനം ചെയ്യുന്ന വചനത്തിനായിട്ട് ദൈവത്തോട് യാചിക്കുകയും ദൈവത്തിൽ നിന്ന് അങ്ങനെയുള്ള വചനം നമ്മൾ പ്രാപിച്ചെടുത്ത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മളത് പ്രാപിച്ചെടുത്തിട്ട് ദൈവവചനം ശുശ്രൂഷിക്കണം. അപ്പോൾ അവർക്കത് അവരുടെ ഹൃദയത്തോട് സംസാരിക്കുകയും അവർക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ ആ വാക്യത്തിലൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഏറെ സമയം എടുക്കുന്ന ആലോചനകളാണ് 1 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിലൊക്കെ ഉള്ളത്. അവിടുത്തെ 1-2 കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാം. അപ്പൊ ഒന്ന്, നമ്മൾ അവരെ പഠിപ്പിക്കുക. 2, അവർ സ്വയം പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. സ്വയം പഠിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ്, കീ വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ബോൺ ബേബി എന്നുള്ളതാണ്. ഇപ്പോൾ ജനിച്ച ശിശു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദം. ജസ്റ്റ് ബോൺ ബേബിയെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണമെന്നാണ്. അപ്പൊ ഇപ്പോൾ ജനിച്ച ശിശു കുടിക്കുന്ന അമ്മയിൽ നിന്നാണ് കുടിക്കുന്നത് നമുക്കറിയാം. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് എന്ന് നമുക്ക് അറിയാം. അതിനകത്ത് മായമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ആലോചന നമുക്ക് ലഭിക്കുന്നു. അത് ഡയറക്റ്റ് ഫീഡിങ്. അപ്പൊ ഇങ്ങനെയാണ് ശക്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരിട്ട് വചനം പഠിക്കണം. കർത്താവിന്റെ പാദത്തിൽ സമയം ചെലവഴിച്ച് വചനം പഠിക്കണം. അപ്പോഴാണ് വളരുന്നത്. കർത്താവിൽ നിന്ന് നമ്മൾ നേരിട്ട് പ്രാപിക്കുമ്പോൾ അതിനകത്ത് യാതൊരു മായവും ഇല്ലാത്തതായിരിക്കും. അത്രയും നമുക്ക് ഓർത്താൽ മതി. അപ്പൊ അങ്ങനെ അവരെ ശക്തിപ്പെടുത്തണം. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവർക്ക് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്തും പഠിപ്പിച്ചും അവർ സ്വയം പഠിക്കാനുള്ള അവസരം സൃഷ്ടിച്ചും ഒക്കെ അവരെ ശക്തിപ്പെടുത്തണം. അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപദേശം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും പിന്നെ മാനസാന്തരപ്പെടുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ പഠിച്ച വചനം, ആശയം എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ട വചനം അത് ഓർത്തെടുത്ത്, പലപ്പോഴും ഏറ്റവും അധികം നമ്മൾ മറക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
ദൈവവചനം കേൾക്കുമ്പോൾ നന്നായി മനസ്സിലായി നമുക്ക് തോന്നും, മനസ്സിലായി നമ്മൾ പറയും. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ സാധാരണഗതിയിൽ കഴിയുന്നിടത്തോളം ഒക്കെ നോട്ടൊക്കെ എഴുതി, ഓർമ്മ വേണേൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. നോട്ട് എഴുതി അതിനുശേഷം നമ്മൾ അന്ന് തന്നെ വീട്ടിൽ ചെന്ന് ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ റെഫർ ചെയ്ത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാം മനസ്സിലായി, എല്ലാം ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ മറക്കും, ഒരു ദിവസം കഴിയുമ്പോൾ തീരെ മറക്കും, ചിലപ്പോൾ റെഫറൻസ് പോലും പിന്നെ ഓർക്കില്ല. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിച്ചതൊക്കെ അത് മാത്രം അത്രേ പറയുന്നുള്ളൂ. ഇതിന്റെ വാക്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പഠിച്ചതൊക്കെ ഓർത്തെടുത്ത് എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്നൊക്കെ പറയുന്ന ആ ഭാഗങ്ങൾ. അപ്പൊ പഠിച്ച വചനം അത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. എങ്ങനെയാണ് ഓർമ്മ? പലരും പറയാറുണ്ട്, എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. ചിലപ്പോൾ ഈ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഓർമ്മയാണ്, എത്ര വാക്യങ്ങളാ പറയുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയിൽ വ്യത്യാസമുള്ളവരുണ്ടെങ്കിലും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് എന്തുകൊണ്ടാണ് ഓർക്കുന്നത് ചോദിച്ചാൽ, ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട്, ആവർത്തിച്ച് ഇങ്ങനെ പറയുകയും പഠിക്കുകയും നോക്കുകയും റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. എന്നിട്ടും ഓർമ്മ പോരാ. അപ്പൊ ഇത് എപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ആർക്കും അത് സാധിക്കുന്നേ ഉള്ളൂ. അത് ഓർമ്മ നിൽക്കണമെങ്കിൽ, ഓർമ്മയിലേക്ക് നമുക്കത് സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ആവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ച ഒരു കാര്യം ഒരു 30 ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ ഇരിക്കാൻ ചെയ്യാതിരുന്നാൽ വളരെ ഭംഗിയായി കാണാൻ പഠിച്ചാണെങ്കിലും മറന്നു. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചത് ഓർക്കുക എങ്ങനെയെന്നൊക്കെയുള്ള ഒരു പ്രയോഗമാണ്. എന്ന് വെച്ചാൽ ആശയം ഇതാണ്, പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളത് പഠിച്ചത്, മനസ്സിലാക്കിയത്, അത് അതുപോലെ ഓർക്കുകയും സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. 2 വാക്യം ഏതായാലും വായിക്കാം, ഞാൻ പറഞ്ഞാണെങ്കിലും. എബ്രായർ 2:1 വാക്യം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്. എബ്രായർ 2:1 വായിച്ചാട്ടെ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നമ്മൾ വചനമാണല്ലോ, അപ്പൊ വളരെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ കേട്ടത് ദൈവവചനം അധികം ശ്രദ്ധയോടെ. സാധാരണ ശ്രദ്ധ പോരാ, മറ്റു പല കാര്യങ്ങളും നമ്മളൊരു സാധാരണ ശ്രദ്ധ കൊണ്ട് ഓർക്കും. ദൈവത്തിന്റെ വചനം ഓർമ്മയിൽ സൂക്ഷിക്കണമെങ്കിൽ ഒരു അധികം ശ്രദ്ധ ആവശ്യമാണ് എന്നാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇനിയും യാക്കോബ് 1:22 വായിച്ചാട്ട്. തൊട്ടടുത്ത പുസ്തകമാണല്ലോ, യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ആശയം മനസ്സിലായല്ലോ. വചനം കേൾക്കുന്നു, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണെന്നാ പറയുന്നത്. വളരെ ഗൗരവത്തിൽ അത് മനസ്സിലാക്കേണ്ടത്. വചനം കേൾക്കുന്നുണ്ട്, ഒത്തിരി നമ്മൾ വചനം കേൾക്കുന്നവരാ, ധാരാളം വചനം കേൾക്കാൻ അവസരമുണ്ട്, കേൾക്കുന്നുമുണ്ട്. പക്ഷെ കേൾക്കുന്നത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നു. അതൊക്കെ ഒത്തിരി ശക്തമായ പ്രയോഗങ്ങളാണ്. മറ്റുള്ളവർ നമ്മളെ ചതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒത്തിരി ചതി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മിക്കവാറും മൗനമായിരിക്കും. നമ്മളും ചതിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കരമാണെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ഭയങ്കരമാണെന്നറിയാവും നമ്മൾ നമ്മളെ തന്നെ ചതിക്കുക എന്ന് പറയും. അപ്പൊ വചനം കേൾക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇതാണ് അവർ കൊടുക്കുന്ന ബുദ്ധി ഉപദേശം. അവർക്കല്ല, നമുക്ക് തരുന്ന ബുദ്ധി ഉപദേശമായിട്ട് നമ്മളിപ്പോൾ കൊടുക്കണം. സർദീസ് സഭയ്ക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശം ആയിട്ട് ഇരിക്കുന്നെങ്കിലും നമ്മൾ വ്യക്തിപരമായി നമുക്കുള്ള. പിന്നെ ഒരു കാര്യം കൂടെയാണ് ബുദ്ധി ഉപദേശമായിട്ട് പറഞ്ഞിരിക്കുന്നത്, മാനസാന്തരപ്പെടുക എന്നുള്ളത്. അത് നമ്മൾ നിരവധി പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അകത്തു മാറ്റം വരണമെന്നാണ് അതിന്റെ അർത്ഥം. അകത്തു മാറ്റം വരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത് ഇനി നമ്മൾ പാരിതോഷികത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ബുദ്ധി ഉപദേശം നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു. പാരിതോഷികം 5-6 വാക്യങ്ങൾ വായിക്കാം. പാരിതോഷികം. അവർ യോഗ്യന്മാരാകിയാൽ
വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവോത്സവത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പാരിതോഷികമായി പറഞ്ഞിരിക്കുന്നത് ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ അവിടെ ഉണ്ട്. അതാണ് 4-ാം വാക്യം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അത് നമ്മൾ ഓർത്തല്ലോ. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ആ ഒരു ചെറിയ കൂട്ടം ആൾക്കാർ എൻ്റെ കൂടെ നടക്കാൻ അവർക്ക് യോഗ്യതയുണ്ട് എന്നാണ്. കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധനായ കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള യോഗ്യത വേണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്താ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാല് 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. വെള്ള വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ജയിക്കുന്നവൻ രക്ഷിക്കപ്പെടുക. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെ സ്വർഗത്തിലെ ദൈവം വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. അത് മനസ്സിലാകാൻ നമുക്കൊരു വാക്യം തന്നെ വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യം. 1 കൊരിന്ത്യർ 1:2. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ എഴുതുന്നത്. ആ വാക്യം മുഴുവൻ വിശദീകരിക്കുന്നില്ല, അത് ഏറെ സമയം എടുക്കുമല്ലോ. നോക്കുക, അവിടെ ദൈവസഭ എന്താണെന്നോ അല്ലെ സഭയിലെ ഓരോ വിശ്വാസിയെയും കുറിച്ചുമാണ് പറഞ്ഞേക്കുന്നത്. അവരെ വിശുദ്ധീകരിച്ചെടുത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. പിന്നെ അവര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, അത് ശരിക്കും പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഹോളി ലൈഫ് ആൻഡ് സെറ്റ് അപ്പാർട്ട് ഫോർ ഹോളി ടാസ്ക് ആൻഡ് സെറ്റ് അപ്പാർട്ട് ഫോർ ഹോളി വർഷിപ്പ്. അതാണ് അതിന്റെ ആ വാക്യത്തിന്റെ സംക്ഷിപ്തം. അതായത് വിശുദ്ധ ജീവിതത്തിനായിട്ട്, വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുവാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ചവരും യേശു കർത്താവിന്റെ വിശുദ്ധ വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരുമായ വിശുദ്ധ ആരാധനയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു എന്നാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആശയം. നമുക്ക് ഒടുവിലത്തെ മാത്രം നോക്കാം. നമ്മളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജന്മപാപവും കർമ്മപാപവും ഒരുപോലെ മോചിക്കപ്പെടുകയാണ്. നമുക്കൊരു ജന്മപാപമുണ്ട്, അത് ആദാമ്യ പാപം. പിന്നെ കർമ്മപാപമുണ്ട്, ജനിച്ച് നമ്മൾ ചെയ്ത എണ്ണമില്ലാത്ത പാപം. അതിന്റെ എണ്ണം ഒന്നും ദൈവം നോക്കുന്നില്ല. കർത്താവെ എന്നോട് ക്ഷമിക്കണം എന്ന് ഹൃദയപൂർവ്വം നമ്മൾ പറയുമ്പോൾ ആ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ അത് മറക്കുകയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ദൈവപുത്രന് തുല്യരാക്കി മാറ്റും. ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവപുത്രന് തുല്യരാക്കി മാറ്റും. കാര്യം ദൈവപുത്രന് ജന്മപാപവും ഇല്ല, കർമ്മപാപവും ഇല്ല, യേശു കർത്താവ്. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പോലെ ആക്കുകയും വിശുദ്ധൻ എന്ന് നമുക്ക് പേര് തരികയും ചെയ്യും, പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും, നമ്മളെ വിശുദ്ധൻ. ഇനി ആ വിശുദ്ധൻ എന്നുള്ള പദം അതിമനോഹരമായ പദമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു വിശുദ്ധനായ കർത്താവ്, അവിടെ വിശുദ്ധൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊരു ശ്രേഷ്ഠമായ പദവിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ ഓർക്കണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ വിശുദ്ധരാക്കി തീർക്കുക ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോളി വർഷിപ്പ് എന്നാ പറയുന്നത്. വിശുദ്ധ ആരാധനയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് വെള്ള ഉടുപ്പ് തരും, അഥവാ നമ്മളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കും. പിന്നീട് നമ്മൾ കണ്ടത് അത് മലിനപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. മലിനപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട്, അറിയാമല്ലോ. അതൊക്കെ ഏറെ വിശദീകരിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാര്യം ഇവിടെ മലിനപ്പെടാതെ പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പക്ഷെ പോകാൻ കഴിയും. നമ്മൾ അതിന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മലിനപ്പെടാതെ പോകാൻ കഴിയും. ഇനി അഥവാ എന്തെങ്കിലും അവിടെ ഒരു സ്പോട്ട്, എന്തെങ്കിലും കറ വീണാൽ, അഴുക്ക് പറ്റിയാൽ, നമുക്കറിയാം നമ്മൾ വെള്ള ഉടുപ്പ് ധരിച്ചു പോകുമ്പോൾ, വെള്ളയോ നിറം ഏത് തന്നെ ആയാലും നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു സ്പോട്ട് എന്തെങ്കിലും വീണാൽ അതിരിക്കട്ടെ എന്നോ പിന്നെ കഴുകാമെന്നോ നമ്മൾ വിചാരിക്കുകയില്ല. എത്രയും പെട്ടെന്ന് നമ്മളത് വാഷ് ചെയ്യും. അതുപോലെ
എന്തെങ്കിലും നമ്മൾ ഭാഗത്ത് പറ്റിയാൽ നമുക്കറിയാമല്ലോ, നമുക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ദൈവത്തിന് അറിയാം. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അത് ഒരു നിമിഷം പോലും നീട്ടി വെക്കരുത്, അപ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കണം. അതാണ് അതിന്റെ ആവശ്യം. എന്നാൽ അങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ ഉടുപ്പ് മലിനമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് യേശു കർത്താവിനോട് നടക്കാനുള്ള യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഉടുപ്പ് സൂക്ഷിക്കണം. അങ്ങനെ കുറെ പേർ അവിടെ ഉണ്ട്, അവരെന്നോട് കൂടെ നടക്കും. രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം ആ ഉടുപ്പ് കിട്ടും. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മലിനപ്പെടാതെ സൂക്ഷിക്കുകയും അഥവാ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടായാൽ അപ്പൊ തന്നെ അത് പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ അങ്ങനെയുള്ളവർക്ക് കർത്താവിനോട് നടക്കാം. അതാണ് ഒന്നാമത്തെ വാഗ്ദത്തം അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പാരിതോഷികമായി പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയുക ഇല്ല. ഏറെ വിശദീകരിക്കേണ്ട ഒക്കെ വിഷയമാണ്, അത്രയും നമ്മൾ പോകുന്നില്ല. ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയുകയില്ല. നമ്മള് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് വെളിപ്പാട് 20:15 ഒന്ന് വായിച്ചിട്ട്. വെളിപ്പാട് 20:15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം നരകത്തിൽ പോകും. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലൊക്കെ ഇരിക്കുന്ന ചിന്ത, ഈ കൃപായുഗത്തിലുള്ള ദൈവമക്കളുടെ പേര് മാത്രമേ ജീവപുസ്തകത്തിൽ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല. മനുഷ്യനുണ്ടായതു മുതൽ വെള്ളസിംഹാസനം വെക്കുന്നത് വരെ, വെള്ളസിംഹാസനം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പാപമില്ല. അതിനപ്പുറത്ത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അതിൽ ജീവിക്കുന്നവർക്ക് പാപമില്ല. നമ്മളിപ്പോൾ അവിടേക്ക് ഒന്നും പോകുന്നില്ല, അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട വിഷയങ്ങൾ. അപ്പോ മനുഷ്യനുണ്ടായ കാലം മുതൽ വെള്ളസിംഹാസനം വരെ ഉള്ള മനുഷ്യരിൽ ജീവപുസ്തകത്തിൽ പേര് ആർക്കൊക്കെ ഉണ്ടോ അവരൊന്നും നരകത്തിൽ പോകണ്ട, അല്ലാത്തൊരു മുഴുവൻ നരകത്തിൽ പോകേണ്ടി വരും. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പിന്നെയും പുതിയ നിയമം കഴിഞ്ഞുള്ള മഹാപീഡന കാലത്തായാലും 1000 ആണ്ട് വാഴ്ചയിലായാലും ഒക്കെ ഉള്ളവരിൽ ആരുടെയൊക്കെ പേര് ജീവപുസ്തകത്തിലുണ്ടോ. അപ്പൊ ജീവപുസ്തകത്തിൽ പേരിടുന്നെന്ന് പറയുന്നത്, ദൈവം സർവജ്ഞാനിയാകിയാൽ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുക ദൈവം. അന്നേ പേര് നമ്മുടെ എല്ലാം ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പേര് ആ ജീവപുസ്തകത്തിലുണ്ട്. അപ്പൊ ആ പേരുള്ളത് കൊണ്ട് നമ്മൾ നരകത്തിൽ പോകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പൊ പേര് മായ്ച്ചു കളയൽ. ഇനിയും ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, 1-2 കാര്യം കൂടെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരുപക്ഷെ സംശയങ്ങളൊക്കെ വരും. എങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 20 തന്നെ 2 വായിച്ചു. 20:2 അല്ല, 20:11 12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മതി. അപ്പൊ അവിടെ പുസ്തകങ്ങൾ തുറന്നു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ഒരുപാട് പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഞാനൊന്ന് അത്യാവശ്യം ഒന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. ഒന്ന് ബൈബിളാണ്. ബൈബിൾ അവിടെ തുറക്കും. കാരണം അത് ന്യായവിധിയുടെ സ്ഥലമാണ് ഈ വെള്ളസിംഹാസനം എന്ന് പറയുന്നത്. ന്യായവിധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിക്ഷാവിധി എന്നല്ല. നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത് അങ്ങനെയാ, ന്യായവിധി എന്ന് പറയുമ്പോൾ ശിക്ഷാവിധി എന്ന്. പക്ഷെ ന്യായവിധി എന്ന് പറഞ്ഞാൽ ന്യായമായ വിധി എന്നേ അതിന് അർത്ഥമുള്ളൂ, അങ്ങനെ എടുക്കാവൂ. പക്ഷെ പൊതുവെ നമ്മളൊക്കെ ന്യായവിധി എന്ന് പറയുമ്പോൾ അതിന് ശിക്ഷയായിട്ടാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്, നമ്മുടെ കോൺഷ്യസ് ആണ്, നമ്മുടെ മനസാക്ഷി എപ്പോഴും നമ്മളെ കുറ്റം വിധിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ന്യായമായ വിധി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ വചനാനുസരണമാണ് ഈ ന്യായം വിധിക്കുന്നത്. അത് നിങ്ങൾ പിന്നീട് റോമാലേഖനം 2-ാം അധ്യായം വായിച്ചാൽ അറിയാം. വചനാനുസരണമാണ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ അവിടെ കാണും, ജീവപുസ്തകം അവിടെ കാണും. അതിനകത്ത് പേരെഴുതിയിട്ടുള്ളവരാരും നരകത്തിൽ പോകണ്ട. പിന്നെ ജീവന്റെ പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ബുക്ക് ഓഫ് ലിവിങ്ങും ഉണ്ട്, ബുക്ക് ഓഫ് ലൈഫും ഉണ്ട്. അപ്പൊ ജീവപുസ്തകം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ലൈഫാണ്. ബുക്ക് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ജീവിച്ചിരിക്കുന്നവർ. അവരുടെ പേര് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ ജനിക്കുമ്പോഴാണ് അവരുടെ പേര് അതിൽ എഴുതുന്നത്. അവർ മരിക്കുമ്പോൾ അതിൽ നിന്ന് ആ പേര് മായ്ച്ചു കളയും. എന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഒത്തിരി സമയമെടുക്കുന്ന കാര്യമാണ്. ഇത് കൂടാതെ സ്മരണയുടെ പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് മലാഖി 3:16 നമ്മൾ കാണുന്നത്. സ്മരണയുടെ പുസ്തകം. ആ പുസ്തകത്തിൽ
നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളൊക്കെ എഴുതി വെക്കുന്ന പുസ്തകമാണത്. അതാണ് സ്മരണയുടെ പുസ്തകം. പിന്നെ യെശയ്യാ പ്രവചനത്തിൽ ഒരു പുസ്തകം കാണുന്നുണ്ട്, യെശയ്യാവ് 65:6. നമ്മളത് പഠിക്കുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ മനസ്സിലാകുന്ന ചെയ്ത തിന്മകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പുസ്തകമായിട്ട് വേണം അത് മനസ്സിലാക്കാൻ. അത് കൂടാതെ ഒരു കണക്ക് പുസ്തകം ഉള്ളതായിട്ട് ചിന്തിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടില്ല, അത് പറയുന്നത് റോമർ 14:12 ഒരു വാക്കുണ്ട്, ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കണക്ക് പുസ്തകം ഉണ്ടെന്ന് ചിന്തിക്കാം. ഞാൻ അങ്ങനെ ബൈബിളിലെങ്കിലും എഴുതി വെച്ചിട്ടില്ല, നമ്മളത് പഠനത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കുന്നവർക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഓർക്കുക, അങ്ങനെ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ ഉണ്ട്. അതിൽ ഒരു പുസ്തകമാണ് ജീവപുസ്തകം. ജീവപുസ്തകത്തിൽ എഴുതുന്നത് ലോകസ്ഥാപനത്തിന് മുൻപാണ്. ദൈവം സർവജ്ഞാനത്തിൽ നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മുടെ പേര് അതിൽ എഴുതുകയാണ്. ആ പേര് മായ്ക്കുകയില്ല എന്നാണ് അവിടെ നിന്ന് നമ്മൾ പഠിച്ചത്. അത്രയും പറഞ്ഞ് അങ്ങ് വിടുകയാണ്, അതിലേക്കൊന്നും ഏറെ പോകാൻ നിവർത്തിയില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ 5-ാം വാക്യത്തിൽ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അവർ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ ദൈവസന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലൊക്കെ ഏറ്റുപറയുന്ന സ്വർഗത്തിൽ വലിയ സന്തോഷമാണല്ലോ. നമുക്കറിയാം. 2 വാക്യങ്ങൾ തന്നെ വായിക്കാം. ഒന്ന്, പിതാവിന്റെ സന്നിധിയിൽ പേര് ഏറ്റുപറയും. മത്തായി 10:32. മത്തായിയുടെ സുവിശേഷം 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. ഇനി ലൂക്കോസ് 12:8 വായിച്ചു. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. അപ്പൊ യേശു കർത്താവ് പിതാവിന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവിടെ വാക്യം തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന പാരിതോഷികം. നമ്മൾ കണ്ടു. 2-3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. അവര് വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും എന്നും അവരുടെ പേര് മായ്ച്ചു കളയുകയില്ലെന്നുള്ളതും, പിന്നെ അവരെ പിതാവിന്റെയും ദൂതന്മാരുടെയും മുമ്പിൽ അവരുടെ പേര് ഏറ്റുപറയും എന്നുള്ളതും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടുന്ന് അവർക്ക് കൊടുത്തിരിക്കുന്ന പാരിതോഷികമായിട്ട് കണ്ടത്. ഇനി നമ്മൾ അടുത്ത പുസ്തകത്തിലേക്ക് പോവുകയാണ്. അടുത്ത സഭയ്ക്കുള്ള ദൂതിലേക്ക് നമ്മൾ പോവുകയാണ്. അത് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് നമ്മൾ 5ആയിട്ട് വിഭജിക്കാൻ പറ്റുകയില്ല, 4ആയിട്ടേ പറ്റൂ. കാരണം തിന്മയില്ലാത്ത സഭയാണ്. നമുക്ക് അതിൽ നിന്നൂടെ അല്പ കാര്യങ്ങൾ നമുക്കുള്ള ലഭിച്ചിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് അല്പം കാര്യങ്ങൾ ചിന്തിക്കാം. 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. ആ വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. അല്പം കൂടെ നമ്മൾ പിന്നാലെ ചിന്തിക്കുന്നതാണ്. 18ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു ചിത്രമാണ് ഫിലദൽഫിയ സഭയിലൂടെ നമ്മൾ കാണുന്നത്. 18ാം നൂറ്റാണ്ടിലെ സഭയുടെ പൊതു സ്വഭാവം ഈ സഭയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഫിലദൽഫിയ എന്ന ആ സ്ഥലത്ത്, ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലം USA-യിലുണ്ട്, ഇതല്ല, ഏഷ്യ മൈനറിലുള്ള ഒരു സ്ഥലമാണ്, നമുക്കറിയാം. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് മുന്തിരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി അത് മുന്തിരിയാണ് എന്ന് കാണാൻ കഴിയും. അത്രയും ഒരു ബേസിക് അറിവിന് വേണ്ടി അത്രയും പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ അത് വിഭജിച്ച് പഠിക്കാനായിട്ട് പോവാം. ഞാൻ ഓർപ്പിച്ച പോലെ തിന്മയില്ലാത്ത ഒരു സഭയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 1-ാം ഭാഗം അവരുടെ നന്മ പറയുന്നു, 2-ാം ഭാഗം അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്നു, 3-ാം ഭാഗം അവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്നു, അത് 4-ാം ഭാഗം. ഇങ്ങനെ 4ആയിട്ട് വിഭജിച്ചാണ് പഠിക്കുന്നത്. നമുക്കത് ഓരോന്നും ഞാൻ പറഞ്ഞ ആ ഭാഗം വായിക്കാം. 1, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് 7-ാം വാക്യം വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഇതാണ് കർത്താവ് തന്നെ പരിചയപ്പെടുന്നത്. ഇനി അടുത്ത അവരുടെ നന്മ, അത് 8-ാം വാക്യത്തിലാണ് കാണുന്നത്. 8-ാം വാക്യം വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അതാണ് അവരെ കുറിച്ചുള്ള നന്മ. ഇനി തിന്മ അവരെ കുറിച്ചില്ല. അതുകൊണ്ട് നേരെ ബുദ്ധി ഉപദേശത്തിലേക്ക് പോവുകയാണ്. 9, 10, 11 3 വാക്യങ്ങൾ അവർ കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്നു കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുപ്പാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇനിയുള്ളത് പാരിതോഷികമാണ്. അത് 12, 13 വാക്യങ്ങളാണ്. അതോടെ വായിക്കാം. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്നും തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കിത് മുഴുവനൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുകയില്ല. എങ്കിലും നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ചിന്തിക്കാം. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇനി ഒരു 2 ക്ലാസ്സുകൾ കൊണ്ട് മിക്കവാറും നമ്മുടെ ഈ പഠനം, ഈ സീരീസ് ഓഫ് പഠനം അവസാനിപ്പിക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവ് നമ്മെ അത് പഠിക്കാൻ ആവശ്യമായ കൃപ തന്ന് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓർത്തു, ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. വളരെ മനോഹരമായ ഒരു പേരായിട്ടാണ് അത് ഇരിക്കുന്നത്. 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് അതിന്റെ മനോഹരത ഒന്ന് ശ്രദ്ധിക്കാം. 1 പത്രോസ് 1:22. 1 പത്രോസ് 1:22. എന്നാൽ സത്യമനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റുസ്നേഹിപ്പി. നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ടാണ് നിങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറയും. നമ്മളത് ഓർക്കണം. നമ്മൾ കണ്ടല്ലോ, നമ്മുടെ സഭയ്ക്കുള്ള ദൂതായി, നമുക്ക് വ്യക്തിപരമായുള്ള ദൂതായിട്ടാണ് നമ്മൾ ഇതെല്ലാം ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മളെ നിർമ്മലീകരിച്ചത്, രക്ഷിച്ചത് നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ടാണ്. സഹോദര പ്രീതി എന്നുള്ളതിനകത്ത് സഹോദര സ്നേഹം എന്നുള്ള അർത്ഥത്തിനപ്പുറം കുറച്ചുകൂടെ ആഴമേറിയ അർത്ഥമുണ്ട്. ആ പ്രീതി എന്ന് പറഞ്ഞാല് ആ സ്നേഹത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒരു പ്രിയമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, അതും കൂടെ അതിനകത്ത് വെളിപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അതിനാണ് നമ്മളെ രക്ഷിച്ചത് എന്ന് ഓർക്കുക. അത് നമ്മിലുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കുക. നമ്മള് സഹോദരങ്ങളോട്, വിശ്വാസികളോട്, വിശേഷാൽ കൂട്ടുവിശ്വാസികളോട് പ്രീതി, സഹോദര പ്രീതി, നമ്മള് ഒരേ അപ്പന്റെ മക്കളാണെന്നുള്ള നിലയിലുള്ള ആ പ്രിയം നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഇല്ലെങ്കിൽ തിരുത്തണം. ഒരു വാക്യം കൂടെ, അറിയാവുന്ന ഒരു വാക്യമാ, അത് വായിക്കാതെ നമുക്ക് പറഞ്ഞു പോകാം. എബ്രായർ 13:1 വായിക്കണമെന്നില്ലല്ലോ, എല്ലാവർക്കും ഓർമ്മ കാണും. സഹോദര പ്രീതി നിലനിൽക്കട്ടെ. പിന്നാണ് അതിന്റെ ബാക്കി, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആ ഭാഗമൊക്കെ നമുക്കറിയാം. അപ്പൊ സഹോദര പ്രീതിക്കായിട്ടാണ് നമ്മളെ നിർമ്മലീകരിച്ചത്. അതുകൊണ്ട് നമ്മള് ആ സഹോദര പ്രീതി നമ്മിൽ നിലനിൽക്കണം. ചില നാളുകളൊക്കെ സഹോദരപ്രീതി ഉണ്ട്, പിന്നെ അത് വിട്ടുപോയി എന്ന് വരരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി ദൈവസ്നേഹം, ഇവിടെ ഈ സ്നേഹത്തിന് ഗ്രീക്ക് ഭാഷയില് 4 പദങ്ങളാണ് ഉള്ളത്. അതിലൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഫിലോ എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിലുള്ള 4 പദങ്ങളിൽ ഒന്ന് ഫിലോ തന്നെയാണ്. അത് സഹോദര സ്നേഹം എന്നുള്ള അർത്ഥത്തിലാണ്. മറ്റൊന്ന് സ്റ്റോർജ എന്നൊരു വാക്കുണ്ട്, അത് കുടുംബ ബന്ധങ്ങളെ കാണിക്കുന്നതാണ്. ഇറ എന്നൊരു പദമുണ്ട്,
അത് സ്വാർത്ഥ സ്നേഹം എന്നാണ് അതിനർത്ഥം. വേറെ പല അർത്ഥങ്ങൾ അതിനുണ്ട്. അഗാപ്പെ ഒരു പദമുണ്ട്. അതാണ് ഡിവൈൻ ലവ് എന്ന് പറയുന്നത്. സ്വർഗീയ സ്നേഹം, ദൈവ സ്നേഹം എന്നൊക്കെ പറയുന്നത് അതാണ്. അങ്ങനെ 4 പദങ്ങളാണ് ഉള്ളത്. ഇനി ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട കൃഷി മുന്തിരിയാണ് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. മുന്തിരി ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വീഞ്ഞും ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. മുന്തിരി ഉണ്ടെങ്കിൽ വീഞ്ഞുണ്ടായിരിക്കും. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇനി നമ്മൾ അതിന്റെ ആത്മീയ ആശയം ഒന്ന് എടുത്താലോ. മുന്തിരി കർത്താവായ യേശു ക്രിസ്തുവാണ്. വീഞ്ഞ് സന്തോഷത്തെ തരുന്നതാണ്. അതിന് 1-2 വാക്യം തന്നെ നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 9:13 ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ 9:13. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. മതി. എന്റെ പശ്ചാത്തലം വർണ്ണിക്കാതെ അങ്ങ് പോകും. അതൊരു ഉപമയാണ്. പഴയ നിയമത്തിൽ കാണുന്ന ഒരു ഉപമയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സംഭവം ഇതാണ്. വൃക്ഷങ്ങളെല്ലാം കൂടെ മുന്തിരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. ആദ്യം ഒലിവിന്റെ അടുത്ത് പോയി, ഒലിവ് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുന്തിരിയുടെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവാകും. അപ്പോൾ മുന്തിരി പറയുന്ന മറുപടിയാണ് നമ്മളിപ്പോ വായിച്ചത്. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. മുന്തിരി പറയുന്ന മറുപടി. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി പറയാണ്, ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം വീഞ്ഞ്. ഇപ്പൊ മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്. വീഞ്ഞ് ആനന്ദം പകരുന്നതാണ്. അത് ദൈവത്തിനും അതെ, മനുഷ്യർക്കും അതെ. ഒരു വാക്യം കൂടെ, 104 സങ്കീർത്തനം 15 വാക്യം. 104:15. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. അപ്പൊ അതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി. അപ്പോ മുന്തിരി എവിടെയുണ്ടോ അവിടെ വീഞ്ഞുണ്ട്. മുന്തിരി യേശുക്രിസ്തുവാണ്. വീഞ്ഞ് സന്തോഷത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെയാണ് സന്തോഷം. അവിടെയാണ് യഥാർത്ഥ സന്തോഷം. മുന്തിരി ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ മുന്തിരി ഉണ്ടോ അവിടെ സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിൽ മുന്തിരി ഉണ്ടോ അവിടെ സന്തോഷമാണ്. വേണമെങ്കിൽ കാനാവിലെ കല്യാണമൊക്കെ നമുക്ക് ഓർക്കാം. കാനാവിലെ കല്യാണത്തില് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. വീഞ്ഞ് തീർന്നുപോയി എന്നുള്ളത്. പക്ഷെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു. അവിടെ ദുഃഖമാകാതെ സന്തോഷം ഇരട്ടിപ്പിക്കത്തക്കവണ്ണമുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. കാരണം അവർ കൊടുത്ത വീഞ്ഞെന്ന് പറയുന്നത് ഇതുവരെ അവർ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വീഞ്ഞാണ്. അപ്പോൾ ഓർക്കുക, ജീവിതത്തിൽ മുന്തിരി ഉണ്ടെങ്കിൽ അവിടെ വീഞ്ഞുണ്ട്. അഥവാ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്, യഥാർത്ഥ സന്തോഷം. മുന്തിരി ഇല്ലാതെയും വീഞ്ഞൊക്കെ ആൾക്കാർ ഉണ്ടാക്കും. ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന വീഞ്ഞ്, വൈൻ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ കർത്തൃമേശയ്ക്കൊക്കെ വേണ്ടി വാങ്ങുന്ന വൈന് തന്നെ, അതൊന്നും മുന്തിരിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാവാം. പക്ഷെ അതിൻ്റെതായ ക്വാളിറ്റി ഇല്ലെന്ന് നമുക്കറിയാം. യഥാർത്ഥമായ ഒരു വീഞ്ഞായി അതിരിക്കുന്നില്ല. അപ്പോൾ മുന്തിരിയിൽ നിന്ന് യഥാർത്ഥമായ വീഞ്ഞും യഥാർത്ഥമായ സന്തോഷവും ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. കർത്താവ് സഹായിക്കട്ടെ. അടുത്തത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. ഒരു 4 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചതായതുകൊണ്ട് വീണ്ടും വായിക്കുന്നില്ല. ഒന്ന്, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. കർത്താവ് വിശുദ്ധൻ എന്ന്. ഒരു വാക്യം വായിക്കാം. യാക്കോബ് 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്.
ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഇല്ല. നമ്മളവിടെ വായിച്ചത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണത്. ഇവിടെ പറഞ്ഞത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. അതിന്റെ ആശയത്തിലേക്ക് പോകുന്നില്ല ഇപ്പോഴും. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. അടുത്ത് പറയാണ് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് എന്നും പറയാം. എന്താണ് അതിന്റെ ആശയം? സാധാരണഗതിയിൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനെന്ന് നമ്മൾ വായിച്ചിട്ട് പറയുന്നത് ദൈവം ആരെയും ദോഷത്തിനായി പരീക്ഷിക്കുകയില്ല. അത് ശരിയാണ്. പക്ഷെ അതല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ദൈവം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. അത് മനസ്സിലാക്കാൻ ഒരു വാക്യം കൂടെ നോക്കണം. എബ്രായർ 4:15. എബ്രായർ 4:15 കൂടെ നോക്കിയാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പൊ അത് ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കുക. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പൊ ഒരു കാര്യത്തിൽ മാത്രം താൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഏത്? പാപം എന്ന വിഷയത്തിൽ യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്താ ഇനി അതിന്റെ അർത്ഥം എന്ന് പറയാം. നമ്മൾ അഥവാ പാപം ചെയ്യുന്നില്ലെങ്കിലും, സൗകര്യത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ അഥവാ പാപം ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും പാപപ്രേരണ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ പല കാരണങ്ങളാണ് നമ്മൾ ചെയ്യുന്നില്ല. മനുഷ്യര് അറിയുമെന്ന് വിചാരിച്ചോ, പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ചോ, ജയിലിൽ പോകുമെന്ന് വിചാരിച്ചോ, അങ്ങനെ പല കാരണങ്ങൾ. അതിനേക്കാൾ അപ്പുറം നമ്മൾ ദൈവ മക്കൾ എന്ന അറിവിൽ, ആ ബോധത്തിൽ നമ്മൾ പാപം ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. അതാണ് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്തോ കർത്താവിന്റെ പരിശുദ്ധി അത്ര മഹത്വകരമാണ്. ഇനി നിറയെ പറയാൻ പറ്റും, അവിടേക്ക് പോകുന്നില്ല. അപ്പം അതാണ് അവിടെ വിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് സത്യവാൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. സത്യവാൻ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവൻ എന്നല്ല അതിന്റെ അർത്ഥം. സത്യം എന്തോ അതാണ് യേശു ക്രിസ്തു എന്നാണ്. അടുത്തത് മൂന്നാമത്, അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാണെന്ന് വായിക്കുന്നു. ദാവീദിന്റെ താക്കോല് അധികാരത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രാജാവാണ് ദാവീദ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ്. അറിയാം, ദൈവമായിട്ട് അഭിഷേകം ചെയ്തതാണ് തന്നെ രാജാവായിട്ട്. താൻ പരമാധികാരത്തോടു കൂടെയാണ് ന്യായപാലനം നടത്തിയത്. രാജാവായി വസിച്ചത് പരമാധികാരത്തോടു കൂടെ തന്നെയാണ്. താൻ ഭരിച്ച ജനത്തെ തന്റെ സ്വന്തമായി കണ്ടാണ് താൻ ഭരണം നടത്തിയത്. ഇത് തന്നെയാണ് യേശു കർത്താവും ചെയ്യുന്നത്. യേശു കർത്താവ് പുതിയ നിയമസഭയുടെ രാജാവാണ്. പുതിയ നിയമസഭയുടെ രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ പരമാധികാരത്തോടെയാണ് ഭരിക്കുന്നത്. അവൻ നമ്മളെയാണ് ഭരിക്കുന്നത്. അതിന് വാക്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ രാജ്യമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള വാക്യം കൊലോസ്യർ 1:13 നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്നൊക്കെ പറയുന്ന ആശയമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനം, നമ്മുടെ കർത്താവിന്റെ സ്വന്തം ജനമാണ്. നമ്മളെ പരമാധികാരത്തോടു കൂടെയാണ് നമ്മളെ താൻ ഭരിക്കുന്നത്. അതാണ് ആശയം. ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആരും അടയ്ക്കാതെ തുറക്കുകയും തുറക്കാതെ അടയ്ക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതായത് തന്റെ സർവ ശക്തിയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ
അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. എന്നാൽ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാനും പറ്റുകയില്ല. ഇത് നമ്മുടെ ജീവിതത്തെ വളരെ സ്പർശിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യര് പല വാതിലുകളും അടയ്ക്കാൻ ശ്രമിക്കും. അത് ലോകത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ്. നമ്മൾ മുന്നോട്ട് പോകാതിരിക്കത്തക്കവണ്ണം നമ്മുടെ മുൻപിൽ അവർക്ക് കഴിയുന്ന അതിനകത്ത് സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉണ്ടാവും, സഹോദരന്മാരും സഭക്കാരും ഒക്കെ കാണും. പൊതുവായിട്ടാണ് ഞാൻ പറഞ്ഞത്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവര് അടയ്ക്കാവുന്ന വാതിലൊക്കെ അടയ്ക്കും. പക്ഷേ അവർ ആ വാതിലൊക്കെ അടയ്ക്കുമ്പോൾ വലിയ വാതിൽ സ്വർഗത്തിലെ ദൈവം തുറക്കും. ഇതിനേക്കാളൊക്കെ പ്രയോജനകരമായ അനുഗ്രഹമായ വാതിൽ ദൈവം തുറക്കും. അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. അത് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. മറുവശം കൂടെ നമ്മൾ ഓർത്തോണം, ദൈവം അടച്ചാൽ, നമ്മളെ മുന്നോട്ട് വിടണ്ട എന്ന് വിചാരിച്ചാൽ ആരെല്ലാം കൂടെ തുറക്കാൻ ശ്രമിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ മുൻപിൽ തുറക്കുന്ന വാതിലുകൾ നാം പ്രയോജനപ്പെടുത്തണം. അങ്ങനെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇനി അവരുടെ നന്മയോടൊന്ന് ചെറുതായിട്ട് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 8-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നമ്മൾ അവരുടെ നന്മയായിട്ട് ഒരു 4 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. മറ്റൊന്ന്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. 3, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും എന്റെ വചനം കാത്തു. 4, എന്റെ നാമം നിഷേധിച്ചില്ല. ഇങ്ങനെ 4 നന്മകൾ അവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നൊന്ന് വേഗം നോക്കി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മളിപ്പോ നിരവധി പ്രാവശ്യം അത് ചിന്തിച്ചത് കൊണ്ട് ആവർത്തിക്കേണ്ടതില്ല. അവിടെ സൽപ്രവൃത്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മളെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് എഫേസ്യർ 2:10 നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്, നമ്മൾ പലപ്പോഴും ചിന്തിച്ചെങ്കിലും. നമ്മൾ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ, ഞാനിപ്പോൾ യാക്കോബിന്റെ ലേഖനം ബൈബിൾ സ്റ്റഡി പവർ വിഷനിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 7:30 വരെ പവർ വിഷനിലുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കുമ്പോൾ ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി, നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹം സ്നാനപ്പെട്ടു, അദ്ദേഹം കർത്തൃമേശയിൽ സംബന്ധിക്കുന്നു, നമ്മൾ ആ നിലയിൽ അവരെ അംഗീകരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ, ജീവിതത്തിൽ ദൈവവചനാനുസരണം ഉള്ള പ്രവർത്തികൾ ഇല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്നാണ് യാക്കോബിന്റെ ലേഖനം പഠിപ്പിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു മാനസാന്തര അനുഭവവും ജീവിതവും കാണും, പ്രവൃത്തികളും കാണും. അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് സൽപ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൈക്ക് ബലമായി പിടിച്ചാലോ അവര് തടയാൻ പറ്റത്തില്ല. അവർ ചെയ്യുന്ന ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചിട്ടുള്ളവർ പിന്നെയും ഞാൻ അതങ്ങ് ഓർപ്പിക്കുകയാണ്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമ്മുടെ സ്വന്തം അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും സഭയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും സാധുക്കൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അവരൊന്നും രക്ഷിക്കപ്പെട്ടതായിട്ട് തിരുവെഴുത്ത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടാണെന്ന് പറയുന്നു, സ്നാനപ്പെട്ടിട്ടുണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവം, ആ ജീവിതാനുഭവം, പ്രവൃത്തികളിലൂടെ എനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? അത് നമുക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ആ പ്രവൃത്തികൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിരിക്കും. അതാണ് അവിടെ ആശയം. അത് വളരെ ഗൗരവമുണ്ടെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. അടുത്തത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന വാതിൽ സുവിശേഷത്തിന്റെ വാതിലാണ്. തിരുവഴുത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ
പഠിക്കുമ്പോൾ നമുക്കറിയാം തടസ്സങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. സുവിശേഷവൽക്കരണം നടത്തുന്നതിന് തടസ്സങ്ങൾ 1-ാം നൂറ്റാണ്ടിലുമുണ്ട്, 2-ാം നൂറ്റാണ്ടിലുമുണ്ട്, ഇപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലുമുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ തടസ്സങ്ങൾ ഉള്ളതുപോലെ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും ഇന്നുണ്ട്. എന്നുമുണ്ട്. അന്നും 1-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ഏറ്റവും അധികം ക്രൂരമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന കാലത്തൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു, ആൾക്കാർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രതികൂലങ്ങളും ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നോർത്തിലൊക്കെ പ്രത്യേകിച്ച് നമുക്കുണ്ടെന്ന് നമുക്ക് വളരെ അറിയാമല്ലോ. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ ദാസന്മാര് ആത്മാർത്ഥമായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ടവരെ കഷ്ടപ്പെട്ട് അടികൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നൊക്കെ ആണെങ്കിലും സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാതിൽ സുവിശേഷത്തിന്റെ വാതിലാണ്. അത് ദൈവമാണ് തുറക്കേണ്ടത്, ദൈവമാണ് തുറന്നു തരുന്നത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മളായിട്ട് പോയി തുറക്കുകയല്ല, ദൈവം തുറക്കുക. അപ്പൊ അങ്ങനെ തുറന്ന് കിട്ടുമ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തണം. ഈ വാതിൽ എന്നും തുറന്ന് ഇരിക്കത്തില്ല. ഒന്ന്, കർത്താവ് വന്നാൽ പിന്നെ വാതിലിന്റെ പ്രശ്നമില്ല. അത് തന്നെയുമല്ല, ഓരോ ദേശത്തും അവിടെ പ്രതിസന്ധികൾ വർദ്ധിച്ച് സുവിശേഷം അറിയിക്കാനുള്ള അവസരങ്ങൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി അടുത്ത കാലത്ത് ദൈവം പ്രവർത്തിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ എന്ത് അടുത്ത നാളിൽ സംഭവിക്കും എന്നൊക്കെ നമ്മളെല്ലാം വ്യാകുലപ്പെടുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പക്ഷെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായ നിലയിലുള്ള ഒരു ദൈവിക ഇടപെടൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായി. അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വാതിൽ ദൈവം തുറന്നു തന്നിരിക്കുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. വാതിൽ തുറന്നു തരുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയിരിക്കണം. നമുക്ക് പറ്റുന്ന നിലയിൽ ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ നമുക്ക് പറ്റുന്ന നിലയിൽ, നമുക്ക് അവിടുത്തെ നിയമങ്ങളെ ഒക്കെ ലംഘിച്ചുകൊണ്ട് കയറി ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുന്നത് ശരിയുമല്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ലഭിക്കുന്ന രീതിയിൽ ഗൾഫിലായാലും എവിടെയായാലും നമ്മൾ സുവിശേഷം പറഞ്ഞിരിക്കണം, സുവിശേഷം അറിയിച്ചിരിക്കണം. അതിനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളൊക്കെ ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. പണ്ടെങ്ങുമില്ലാത്ത ഒരു സംവിധാനമല്ലേ ഇപ്പൊ നമ്മൾ സൂമിലൂടെ അനുഭവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവർക്ക് ആവശ്യമെങ്കിൽ കേൾക്കാൻ പറ്റും. എനിക്ക് ചൊവ്വാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട് ഇതുപോലെ സൂമിലെ. അത് വൈകിട്ട് 7:30 മുതൽ 8:30 വരെയാണ്. അത് മിക്കവാറും അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളവർ, ഒത്തിരി പേരല്ല, സംബന്ധിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അതെന്തൊരു സൗകര്യമാണ്. നമുക്ക് ദൈവം ഓരോ പുതിയ പുതിയ വഴികളെ തുറന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് വാതിൽ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു, അവരത് പ്രയോജനപ്പെടുത്തി. ഏറ്റവും അധികം സുവിശേഷ പ്രവർത്തനം നടന്ന കാലമാണ് ഈ 18-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ദൈവം വാതിലങ്ങോട്ട് തുറന്നു. അന്നത്തെ ദൈവജനം വളരെയധികം പ്രവർത്തിച്ചു. വില്യം കേറിയൊക്കെ ഇന്ത്യയിൽ വന്നത് 18-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ വന്ന് പ്രവർത്തിപ്പാൻ. അതുപോലെ സുവിശേഷം ഏറ്റവും അധികം അറിയിക്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ട് എണ്ണതിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇരിക്കുന്ന അവസരം അനുസരിച്ച്, വാതിൽ തുറന്ന് ലഭിച്ചിരിക്കുന്ന അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എന്റെ വചനം കാത്തുനിന്ന്, വലിയ പ്രശംസയായിട്ടാണ് അത് പറയുന്നത്. അല്പമേ ശക്തിയുള്ളൂ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ലളിതമായ ആശയം എടുക്കുന്നുള്ളൂ. വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനം അതിനുണ്ട്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വളരെ കുറവാണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അംഗസംഖ്യ വളരെ കുറവാണ്. ഇപ്പൊ ഫിലദൽഫിയ സഭയിൽ ഒരു പക്ഷേ അംഗസംഖ്യ വളരെ കുറവായിരിക്കും, ഒരു ചെറിയ കൂട്ടം, അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ചെറിയ കൂട്ടമാണെങ്കിലും വചനത്തിന് നിങ്ങൾ വില കൊടുത്തു. പ്രൈസ് ലോർഡ്, ദൈവത്തിന് സ്തോത്രം. വചനം കാത്തു, ദൈവവചനത്തിന് വില കൊടുത്ത് അത് പാലിക്കുന്നതിൽ, വചനത്തിന്മേൽ ഉറച്ചു നിൽക്കുന്നതിൽ, വചനം ശരിയായി പഠിക്കാനും പഠിപ്പിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്നുള്ള വലിയൊരു പ്രശംസയാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർക്കണം, വചനത്തിന് വലിയ പ്രാധാന്യം തിരുവഴുത്തിൽ ഉണ്ട്. ഈ നമ്മളെ കൂടിവരവ് ചെറുതായി പോയത് കൊണ്ട് പരിഭവിക്കുന്ന ചിലരുണ്ട്. ചില സ്ഥലസഭകളൊക്കെ അങ്ങനെയുണ്ട്. ഞങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയും അത് ഏതാണ്ട് ഒരു കുറവായി ചിന്തിക്കുന്നവരുമുണ്ട്. അതിന്റെ ആവശ്യം ഇല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞപ്പോൾ
2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്ത് ഞാൻ അവരുടെ നടുവിൽ. 2 3 പേർ പോലും കൂടിയാലും അത് ദൈവത്തിന്, അത്രയും 3 പേരെ ഉള്ളിൽ പോലും ദൈവത്തിന് അത് വലിയ സന്തോഷം തന്നെയാണ്, വലിയ അനുഗ്രഹം തന്നെ. നമ്മൾ കണ്ടു, ഈ 7 സഭകൾക്കുള്ള ദൂതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അംഗസംഖ്യ കൂടിയതും അംഗസംഖ്യ കുറഞ്ഞതുമുണ്ട്, നന്മ കൂടുതലും തിന്മ കുറവുള്ളവരുമുണ്ട്, തിന്മയില്ലാത്തവരുമുണ്ട്. എല്ലാരെയും പൊൻനിലവിളക്കെന്നാ വിളിച്ചേക്കുന്നത്. ദൈവത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. തെറ്റൊക്കെ തിരുത്തിക്കൊണ്ട് വരണം, അതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാവരെയും വിളിച്ചേക്കുന്നത് പൊൻനിലവിളക്കെന്ന്. അതുകൊണ്ട് കുറച്ചു പേരേ ഉള്ളൂ എന്ന് വിചാരിച്ച് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം, നമ്മള് ക്വാണ്ടിറ്റി കുറഞ്ഞോട്ട് കുഴപ്പമില്ല, ക്വാളിറ്റി കുറയരുത്. അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തോണം. അത് ദൈവവചനം കാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി ഉള്ളവരെന്ന് പറയണമെങ്കിൽ 2 പേരോ 3 പേരോ ഉള്ളൂ, 10 പേരേ ഉള്ളൂ, 15 പേരേ ഉള്ളൂ, 20 പേരേ ഉള്ളൂ, 25 പേരേ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ വചനത്തിന് വില കൊടുത്ത് വചനാനുസരണം പോകുന്ന സഭയായിരിക്കും. അത് ദൈവം മാനിക്കുന്ന ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ചെറിയ കൂട്ടമേ, നമുക്കൊരു വാക്യം വായിക്കാൻ, എനിക്കൊന്ന് ലൂക്കോസ് 12:32. ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. നമ്മൾ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ഈ ഭയപ്പെടരുത് എന്നുള്ളത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ആദ്യം കാണുന്നത്, വെളിപ്പാട് പുസ്തകം 1:17 നമ്മൾ നേരത്തെ ഒന്ന് ഓർത്താം. അപ്പോൾ എവിടെയൊക്കെ ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, പിന്നെ എന്നാ വേണം? ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, 10 പേരേ ഉള്ളൂ, 15 ഉള്ളൂ, 50 ഉള്ളൂ, 40 ഉള്ളൂ, ഒന്നും പ്രശ്നമല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. വലിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. വലിയ കൂട്ടത്തിന്റെ കൂടെ വലിയ കൂട്ടമേ ഉള്ളൂ, ദൈവം ഇല്ലെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ ചെറിയ കൂട്ടം ദൈവത്തിന് സന്തോഷമാണ്, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. മറ്റൊരു വാക്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 കൊരിന്ത്യർ 2:17 എന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 2:17. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടെ. അത്രയും മതി, ആ ചെറിയ വാക്യം മതി. സോറി. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. ഈ ഒത്തിരി ആശയമുണ്ട് അത്രയും പദത്തിനകത്ത്. 3-4 വാക്യമുള്ളതിനകത്ത് ഒരുപാട് ആശയമുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുക്കാം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല എന്ന് പറഞ്ഞാൽ അനേകരും വചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരാ. അത് വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ഇതിന്റെ ഗൗരവത്തിലേക്ക് നമുക്കിപ്പോ പോകാൻ നിവൃത്തിയില്ല. വചനത്തിനോട് കൂട്ടുചേർക്കുന്നതിന്റെ ശിക്ഷ, അതിന്റെ തകർച്ചയൊക്കെ എത്ര വലുതാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലും ഉണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് പോകുന്നില്ല അവിടേക്ക്. അപ്പൊ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവരാണ് അനേകർ. എന്തിനാ കൂട്ടുചേർക്കുന്നതെന്നറിയാമോ? അത് സ്വാർത്ഥതയാണ്, ലക്ഷ്യം വേറെയാണ്. ദൈവവചനം ഉള്ള പോലെ പറഞ്ഞാൽ മതി. ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഒന്നുകിൽ പണം അല്ലെങ്കിൽ പദവിയാണ്. അത് രണ്ടും ലക്ഷ്യമാക്കാത്തവർ, അത് രണ്ടും ലക്ഷ്യമാക്കല്ല ദൈവമക്കൾ, ലക്ഷ്യമാക്കാത്തവർക്ക് കൂട്ടുചേർക്കേണ്ട കാര്യമില്ല. മായം ചേർക്കുന്നതൊക്കെ ബിസിനസ്സുകാരാണ്. നമുക്കറിയാം, ബിസിനസ്സുകാരൊക്കെയാണ് സാധാരണ അധിക ലാഭം ആഗ്രഹിക്കുന്നവരാണ് മായം ചേർക്കുന്നത്. ഞങ്ങൾ ദൈവവചനത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏത് സ്ഥലത്തും നെഞ്ചു വിരിച്ച് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയണം, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലല്ല. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാത്തവർ എപ്പോഴും ചെറിയ കൂട്ടമായിരിക്കും. നിങ്ങൾ ആ പദം പിന്നെ ശ്രദ്ധിക്കാം. ഞങ്ങൾ എന്നുള്ളൊരു പദമുണ്ട്, അനേകർ എന്നൊരു പദമുണ്ട്. രണ്ടും ബഹുവചനമാണ്. പക്ഷെ അനേകരാണോ കൂടുതൽ, ഞങ്ങളാണോ കൂടുതൽ? അനേകരാ കൂടുതൽ. ഞങ്ങൾ ചെറിയ കൂട്ടമാണ്. എന്താ ഞങ്ങൾ ചെറിയ കൂട്ടമായിരിക്കുന്നത്?
ഞങ്ങൾ വചനത്തിൽ കൂട്ടിയേർക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണേ അനേകരാകാം, എന്ത് ചെയ്താൽ മതി? കൂട്ടിയേർത്താൽ മതി. പക്ഷെ ഞാൻ കൂട്ടിയേർക്കണോ? കൂട്ടിയേർക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ആ കൂട്ടിയേർത്ത് അങ്ങനെ വലിയൊരു കൂട്ടമാകണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്വാണ്ടിറ്റി കുറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, പക്ഷെ ക്വാളിറ്റി കുറയരുത്. പലപ്പോഴും സംഭവിക്കുന്നത് രണ്ടും ഇല്ലാത്ത സാഹചര്യം, ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. അതൊരു സങ്കടകരമായ കാര്യം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ചെറിയ കൂട്ടം എന്ന നിലയിൽ ഭാരപ്പെടേണ്ടതില്ല. എന്നാൽ വചനം കാത്തു, അവരെ കുറിച്ച് അഭിമാനമായി പറഞ്ഞിരിക്കുകയാണ്. വചനം കാത്തു, വലിയ പ്രശംസയാണ്. ദൈവവചനത്തിന് വില കൊടുക്കുന്നവരെ ദൈവം പ്രശംസിക്കും. 2 വാക്യം വേഗം വായിക്കാം, ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. ന്യായാധിപന്മാർ 9:9. ന്യായാധിപന്മാർ 9:9. അതിന് ഒലിവൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. നോക്ക്, ഒലിവ് പറയാണ്, എന്റെ പുഷ്ടി, എന്റെ ആരോഗ്യം വിട്ടിട്ട് ഞാൻ രാജാവാകാൻ വരികയില്ല. നേരത്തെ സൂചിപ്പിച്ച അതിന്റെ ആ ഭാഗങ്ങൾ തന്നെ. അപ്പൊ എനിക്ക് എന്റെ ആരോഗ്യമാണ് പ്രശ്നം. ഒലിവ് ആത്മീയതയെ കാണിക്കുന്നതാണ്. ആത്മീയ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമാണ്. അത് ദൈവം പുകഴ്ത്തുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചത് നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസ് 10:42. ലൂക്കോസ് 10:42. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ സംഭവം നമുക്കറിയാം. മറിയെ നമ്മളെപ്പം നോക്കിയാലും കർത്താവിന്റെ കാൽക്കല. ഇത് കാണുന്ന ഇത് മറിയയുടെ, ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ കർത്താവ് ചെല്ലുന്നു. അവിടെ കാൽക്കലിരുന്ന് പഠിക്കുകയാണ്. പഠിക്കുമ്പോഴാണ് അവൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മാർത്ത അകത്ത് പോയി ഏതാണ്ട് കർത്താവിന് ചിലപ്പോൾ ചായ ഉണ്ടാക്കുമായിരിക്കും. അത് കുറെ നേരമായിട്ട് ഇവളെ കാണാഞ്ഞിട്ട്, അനിയത്തിയെ കാണാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ദേഷ്യപ്പെടുക, ഇത് വർത്താനം പറയാണ്. ആ സമയത്ത് കർത്താവാണ് മറുപടി കൊടുക്കുന്നത്. കർത്താവ് കൊടുക്കുകയാണ്, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വചനത്തിന് വില കൊടുക്കുന്നവരെ ദൈവം അഭിനന്ദിക്കും. ഇനി ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്, ഇനി മുന്നോട്ട് പോകുന്നില്ല. ദൈവം 1-2 വാക്കുകൂടെ ആ ഭാഗത്തുനിന്ന് പറയേണ്ടത് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന് വലിയ വില കൊടുത്താൽ ദൈവം തന്നെ നമ്മെ പ്രശംസിക്കും എന്നുള്ളതാണ്. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾ നമുക്ക് അനുഗ്രഹവും പ്രയോജനമായി തീരട്ടെ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രിയിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. ശാരീരികമായി തനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇന്ന് രാത്രിയിൽ ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതിയ വിഷയം വളരെ നന്നായി ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം, യാതൊരു തടസ്സവും കൂടാതെ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇനിയും കൂടുതലായി കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നാം കേട്ട പഠിച്ച വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പൂർണ്ണമായും ദൈവകൃപാത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഷിജോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ സ്നേഹം മുതലെയും കർത്താവെ, ഞങ്ങൾ കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ പിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത്രമാത്രം വലിയൊരു ഭാഗ്യ പദവി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ലഭിക്കുകയല്ലോ, അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇതിനൊക്കെ കാരണമായി തീർന്നത് കർത്താവെ നിന്റെ പുത്രനെയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തിലേക്ക് വിലയിരുത്തി ഞങ്ങളോട് കാണിച്ച ആ മഹാസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തു, ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്തു, രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങൾ അല്പസമയം വചനത്തിന് മുമ്പാകെ ഇരിക്കുവായിരുന്നല്ലോ കർത്താവെ. ആവശ്യമായ ബലവും കൃപയാൽ ഞങ്ങളെ അവിടെ നിന്ന് നിറച്ചു കർത്താവെ. കുട്ടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായി കർത്താവ് ജോയിൻ ചെയ്യാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദര സ്നേഹത്തോടുകൂടി തന്നെ, സഹോദര പ്രീതി നിലനിർത്തിക്കൊണ്ട് തന്നെ, ചെറിയ കൂട്ടമാണെങ്കിലും സ്വർഗത്തിലെ ദൈവമേ
വചനം കാത്തുകൊള്ളുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ലോകം നശ്വരമായൊരു ലോകത്താണല്ലോ കർത്താവെ. എങ്കിൽ കർത്താവിന്റെ വചനത്തെ കൂട്ടിക്കളയാതെ കർത്താവെ അതിനെ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും ബലവും കൃപയും ഉറപ്പും ഞങ്ങൾക്ക് അവിടെ നൽകുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർവ്വപിതാക്കന്മാർ കർത്താവെ ഞങ്ങൾക്ക് പകർന്നു തന്നതായ ദൈവത്തിന്റെ വചനം കർത്താവെ അത് ചൊവ്വായ രീതിയിൽ പഠിക്കുവാൻ കർത്താവെ അത് ശ്രവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തരെയും ഇവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന ദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതയുണ്ടെങ്കിലും കർത്താവെ കൊടുത്തിരിക്കുന്ന ബലത്തിനായി സ്തോത്രം. ഞാൻ നിന്നെ നിരക്കോളം ചുമക്കാന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത്രത്തോളം പോറ്റിപ്പരിപാലിക്കുന്ന എല്ലാ നല്ല കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. തന്റെ ശുശ്രൂഷ അവിടുന്ന് മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തന്റെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം, കുടുംബത്തെ അനുഗ്രഹിക്കുമാറാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല വചന കേൾവിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇവിടെ ഒരുക്കിയതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു കർത്താവെ. ദേവദാസനെയും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളെയും കർത്താവെ, അവരുടെ സാഹചര്യങ്ങളെയൊക്കെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീർത്തനായി, ഞങ്ങളുടെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീർത്തനായി ഞങ്ങളോട് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ ശുശ്രൂഷയും കർത്താവിന്റെ അവിടുന്ന് കൃപയും പരിപാലനവും അവിടുന്ന് ഉണ്ടായിരുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവ്, ഞങ്ങളിപ്പോൾ പിരിയട്ടെ കർത്താവ്. പിരിയാത്ത ബന്ധത്താൽ ഞങ്ങളെ ഇവിടുന്ന് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കാണുന്നവരെയും കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് ഞങ്ങളെ ഇവിടുന്ന് സൂക്ഷിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അടിയങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗം തുറന്ന് അവിടുന്ന് കേൾക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയെ സ്വീകരിച്ചതിനാൽ നന്ദി. വരവനെ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് ആജ്യം വെച്ച കർത്താവിന്റെ ശുദ്ധമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർവ സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഇന്ന് രാത്രി കേട്ട ദൂതനോടുകൂടെയും പ്രത്യേകിച്ച് വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുകൂടെയും ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. വരുന്ന വ്യാഴാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. വചനം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനുള്ള നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.